ഉടൻ കല്യാണം നടത്തി കൊടുക്കാൻ ഇവരെന്താ കല്യാണ ബ്രോക്കേഴ്സാണോ ഇവിടുത്തെ CPM-കാർ? ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ നഗ്ന വീഡിയോകൾ എടുത്ത് അത് പ്രചരിപ്പിച്ചു, അത് കുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ്. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിനെ ഏതെങ്കിലും ബാലികാസദനത്തിലാക്കണം. കുംഭമേള താരം വൈറലായിരുന്നല്ലോ. അവർ ആ കഴിഞ്ഞ കുംഭമേളയ്ക്ക് അവിടെ ഈ രുദ്രാക്ഷമൊക്കെ വിൽക്കാൻ വന്നു. അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയകളിലും എല്ലാ ചാനലുകളിലും എല്ലാം വളരെ കവർ ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ്. ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, മധ്യപ്രദേശുകാരിയാണ്. അപ്പോൾ കുട്ടി എവിടുന്നോ കിട്ടിയ ഒരു ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരാൾ, അയാൾക്ക് മലയാളിയല്ല, അയാൾ മഹാരാഷ്ട്രക്കാരനാണ്. അയാളെയും കൂട്ടി കേരളത്തിൽ വന്നപ്പോൾ ഇവർ വിചാരിച്ചത് വലിയൊരു കേരള സ്റ്റോറി, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന നിലയ്ക്ക് ചാടി ഇറങ്ങി. CPM അതിൽ ഇടപെട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം സമുദായം മൊത്തത്തിൽ CPM-നെതിരായി എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അതിൽ ചാടി വീഴാം. അത് മാത്രമല്ല, ആരൊക്കെയാണ് ചാടി ഇറങ്ങിയത്? CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ ശ്രീ MV ഗോവിന്ദൻ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, കുട്ടികളെ പോലും വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടി, അതുപോലെ തന്നെ രാജ്യസഭ MP ആയ A.A. റഹീം, ഇവർ മൂന്നുപേരും ഒന്ന് ചാടി ഇറങ്ങി ഇതൊരു വലിയ ഇഷ്യൂ ആയി കളയാം, ഇതോടുകൂടി ഈ ഇസ്ലാം സമുദായത്തിൻ്റെ വോട്ട് മൊത്തം നമുക്ക് നേടാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ അത് ഈ പുലിവാൽ കല്യാണമായി മാറിയിരിക്കുകയാണ്. അന്ന് തന്നെ ഈ കല്യാണം നടന്ന ആ ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് തെറ്റാണ്. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കുംഭമേള നടന്ന സമയത്ത് ഈ കുട്ടിയുടെ ഒരുപാട് ബൈറ്റ്സും കാര്യങ്ങളുമൊക്കെ പല ചാനലിലും വന്നു. അവിടെ വെച്ച് കുംഭമേള നടന്ന സ്ഥലത്ത് വെച്ച് കുട്ടിയുടെ 15ാം വയസ്സോ 16ാം വയസ്സോ എന്തോ അവിടെ വെച്ച് ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല, ഇത് തെറ്റാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇവിടെ ആരും അതിനെപ്പറ്റി ഗൗരവമായി എടുത്തില്ല. അതുകൊണ്ട് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് മധ്യപ്രദേശിലെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വെച്ച് ഈ കുട്ടിയുടെ വീട് കണ്ടുപിടിച്ച് കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ആ കുട്ടി ജനിച്ച ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എടുത്ത് അതിൻ്റെ പഠിച്ച സ്കൂളിലെ ഡീറ്റെയിൽസ് എടുത്ത് കൃത്യമായിട്ട് ആ കുട്ടിയുടെ വയസ്സ് 16 കഴിഞ്ഞു. ഇപ്പോൾ ഈ കല്യാണം നടന്ന സമയത്ത് 16 വയസ്സ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. 17 വയസ്സ് പോലും തികയാത്തൊരു കുട്ടിയാണ് ഇവിടെ ഈ പറഞ്ഞ ഈ വിവാഹം നടത്തിയത്. വിവാഹം നടത്തിയ ക്ഷേത്രമോ, ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തണമെങ്കിൽ അത് ഒരു മിശ്ര വിവാഹം നടത്താൻ ഒരു ക്ഷേത്രങ്ങൾക്കും അധികാരമില്ല. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ പല മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള സമുദായ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാം. പക്ഷേ മിശ്ര വിവാഹം നടത്തണമെങ്കിൽ അത് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി വേണം നടത്താൻ. അതിന് സബ് രജിസ്ട്രാർ ഓഫീസ് വഴി അവിടെ നോട്ടീസ് ഇട്ട് 1 മാസത്തെ കാലാവധിക്ക് ശേഷം വേണം ആ വിവാഹം നടത്താൻ. അതൊരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ പാടില്ല. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരും ഇത് തെറ്റുകാരാണ്, ഇതിന് കൂട്ടുനിന്ന CPM നേതാക്കന്മാരും തെറ്റുകാരാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഗൗരവമായ വിഷയമാണ്. ഇതൊരു നിസ്സാര വിഷയമല്ല. പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ അച്ഛൻ കൊടുത്തിരിക്കുന്ന മൊഴി പ്രകാരം ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ നഗ്ന വീഡിയോകൾ എടുത്ത് അത് പ്രചരിപ്പിച്ചു, അത് കുട്ടിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയെ കേരളത്തിലേക്ക് തട്ടിക്കൊണ്ട് വന്നതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ കുരുക്കിലേക്ക് പോകും. ഈ പറഞ്ഞ ഈ ഫർഹാനോ എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ എവിടുത്തുകാരനായാലും കൊള്ളാം, അയാളെ കേരളത്തിൽ വന്ന് ഒരു പെൺകുട്ടിയും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ കല്യാണം നടത്തി കൊടുക്കാൻ ഇവരെന്താ കല്യാണ ബ്രോക്കേഴ്സാണോ ഇവിടുത്തെ CPM-കാർ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ CPM-കാരുടെ കല്യാണം നടക്കുന്നിടത്ത് വരാനും പോകുന്നുണ്ടോ? ഇവരെന്തൊരു ആവേശത്തോടെയാണ് ചാടി ഇറങ്ങിയത്? ഇതേ കേരള സ്റ്റോറിയാണ്, ഇതാണ് കേരളത്തിലോട്ട് വരൂ, കല്യാണം നടത്തി തരാം. ഇനി എവിടുന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ട് കേരളത്തിൽ വന്ന് അവന്മാർ കല്യാണം വീണ്ടും നടത്തി കൊടുക്കുമോ? ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുമ്പോൾ പോലീസുകാർ ആദ്യം മധ്യപ്രദേശ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കണ്ടേ? ഇങ്ങനൊരു കുട്ടി അവിടെ നിന്ന് വന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങനൊരു വ്യക്തി വന്നിട്ടുണ്ട്, ഇവരാരാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ്, ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെയാണ് പോലീസുകാർ ഇടപെടുന്നത്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ആദ്യം വിളിച്ച് പറഞ്ഞ ആരെയാണ്? AKG സെൻറ്ററിലേക്കാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് ഇവരെല്ലാം കൂടെ ചാടി ഇറങ്ങി ഇതിൽ ആഘോഷമാക്കി കല്യാണം നടത്തി. ഇത് കുരുക്കാവും, ഒരു സംശയം വേണ്ട. ഇന്ന് ആ പെൺകുട്ടി എവിടെയാണെന്നോ ഈ കല്യാണം കഴിച്ച പയ്യൻ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിനെ ഏതെങ്കിലും ബാലികാസദനത്തിലാക്കണം. മാത്രമല്ല അയാളെ അറസ്റ്റ് ചെയ്ത് നേരെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല മധ്യപ്രദേശ് കേസെടുക്കുമ്പോൾ ഈ ഗോവിന്ദനെതിരെയും ഈ ശിവൻകുട്ടിക്കെതിരെയും ഈ റഹീമിനെതിരെയും കേസെടുക്കണം. ഇവരെയും പൊക്കിയെടുത്ത് മധ്യപ്രദേശിൽ കൊണ്ടുപോകട്ടെ. അവിടുത്തെ ജയിലും അവിടുത്തെ പോലീസ് സ്റ്റേഷനും ലോക്കപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നമുക്ക് കേരളത്തിലെ പോലെ അല്ല, അവിടെ നിന്ന് മനസ്സിലാക്കട്ടെ. അതിനുള്ളൊരു അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. എത്രയും പെട്ടെന്ന് മധ്യപ്രദേശിലേക്ക് നമ്മുടെ സഹാക്കളെ കൂടെ കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത്.